കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു പാമ്പ് ഇങ്ങനെ പതുങ്ങി കിടക്കുന്നുണ്ടാവും. മരുഭൂമിയിൽ പതിയിരിക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകൾ, തേളുകൾ, അധികം ആരും കണ്ടിട്ടില്ലാത്ത അറേബ്യൻ ക്യാറ്റ് സ്നേക്ക്, അങ്ങനെ ആരും അടുക്കാൻ ഭയപ്പെടുന്ന വിഷജന്തുക്കളെ ക്യാമറയിലാക്കുന്ന ഒരു മലയാളിയുണ്ട് ദുബായ്. മരുഭൂമിയിലൂടെ, കുന്നിൻ മുകളിലൂടെ വിഷജന്തുക്കളെ തേടിയുള്ള യാത്ര. ഓരോ ജീവിയും അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾ പിന്തുടർന്ന് ഒടുവിൽ മുഖാമുഖം കൂടിക്കാഴ്ച. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈപ്പറിൻ്റെ ട്രാക്ക് ആദ്യം കണ്ടുപിടിക്കുക, ആ വൈപ്പറിൽ എത്തുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ പകർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ സന്തോഷം ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും. അപകടങ്ങൾ പതിയിരിക്കുന്ന ജീവികളൊക്കെ ആയിരിക്കും മുഴുവൻ കാണുന്നത്. ദുബായിൽ IT പ്രൊഫഷണലായ എറണാകുളം സ്വദേശി നിമിഷിന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്ന ചിന്തയാണ് ഉരകങ്ങളെയും ഉഭയജീവികളെയും തിരയുന്ന ഹെർപ്പിങ്ങിലേക്ക് എത്തിച്ചത്. വൈപ്പേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്, ഒരു തവണയെങ്കിലും വൈപ്പറിന് എടുക്കാൻ പോകണമെന്നുള്ളത്. അതിനുവേണ്ടി എന്താ പറയുന്നത്, വീക്കിലി നമ്മളിപ്പോൾ ഇറങ്ങുക എന്നുള്ളൊരു അവസ്ഥയാണ്. മരുഭൂമിയുടെ കോണുകളിൽ എവിടെയൊക്കെ താൻ കാണാൻ ആഗ്രഹിക്കുന്ന ജീവികളുണ്ടെന്ന് നിമിഷിന് കൃത്യമായി അറിയാം. വൈപ്പേഴ്സൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ 2 ഇരട്ടി നീളത്തിൽ ചാടാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് നോക്കി ആ ജീവിയുടെ സ്വഭാവം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. കുറച്ച് റിസ്ക്കുള്ള വിനോദമല്ലേ ഇതെന്ന് ചോദിച്ചാൽ ആ റിസ്ക്കാണ് തന്റെ സന്തോഷമെന്ന് നിമിഷ് പറയും.